പോക്സോ കേസിൽ സാക്ഷി പറഞ്ഞതിന് കുടുംബത്തിന് പള്ളി കമ്മിറ്റി ഊരുവിലക്ക് ഏർപ്പെടുത്തിയതായി പരാതി. പാലക്കാട് ചിതലി മുഹീദ്ദീൻ ഹനഫി ജുമാഅത്ത് പള്ളി കമ്മിറ്റിക്കെതിരെ ചിതലി സ്വദേശിയായ ഷാഹുൽ ഹമീദും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിശേഷാവസരങ്ങളിലോ മറ്റ് ചടങ്ങുകളിലോ ഒന്നും പള്ളി കമ്മിറ്റിയിൽ നിന്ന് ആരും തങ്ങളുടെ വീട്ടിലേക്ക് വരാറില്ലെന്നും കഴിഞ്ഞ 1.5 വർഷമായി സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെന്നുമാണ് കുടുംബം പറയുന്നത്. അതേസമയം ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പള്ളി കമ്മിറ്റി പ്രതികരിച്ചു. 2023 ഏപ്രിൽ 7 മുതൽ പാലക്കാട് ചിതലി സ്വദേശിയായ ഷാഹുൽ ഹമീദിനെയും കുടുംബത്തെയും ചിതലി മുഹീദ്ദീൻ ഹനഫി ജുമാഅത്ത് പള്ളി കമ്മിറ്റി ഊരുവിലക്കിയതായാണ് പരാതി. പ്രദേശത്ത് ഒരു പോക്സോ കേസിൽ കുടുംബം സാക്ഷി പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് പിന്മാറാനും ഒത്തുതീർപ്പുണ്ടാക്കാനും പള്ളി കമ്മിറ്റി ആവശ്യപ്പെട്ടു. അതിന് കൂട്ടാക്കാതെ വന്നപ്പോൾ കത്ത് തന്ന് ഊരുവിലക്ക് ഏർപ്പെടുത്തിയെന്നാണ് കുടുംബത്തിൻ്റെ പരാതി. ഞങ്ങളുടെ അയൽവാസിയ ഒരു പുള്ളി പോക്സോ കേസിലെ പ്രതിയാണ്. ഞാൻ ആ കേസിൽ CW8 സാക്ഷിമൊഴി പറയുന്നുണ്ട്. അപ്പോൾ ഈ അയൽവാസിയായിട്ടുള്ള വിഷയത്തിൽ പള്ളി കമ്മിറ്റി ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് ബ്രസ്റ്റ് എന്ന രീതിയിൽ ഒരു ഇത് കൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങൾക്കിടയിലോ മറ്റുള്ള പരിപാടികൾക്കോ ഞങ്ങളുടെ മതപരമായ ചടങ്ങുകൾക്കോ ഒന്നും പങ്കെടുക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഊരുവിലക്ക് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി വിശേഷങ്ങളിലോ ചടങ്ങുകളിലോ ഒന്നും തന്നെ പള്ളിയിൽ നിന്ന് ആരും പങ്കെടുക്കുന്നില്ല. തങ്ങളെ തീർത്തും സമൂഹത്തെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണെന്നും കുടുംബം പറയുന്നു. ഞങ്ങളൊരു സമൂഹത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ ഈ പള്ളി കമ്മിറ്റിയിലെ സെക്രട്ടറി, പ്രസിഡന്റ് തുടങ്ങിയവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ, യുവജന കമ്മീഷൻ, സംസ്ഥാന പോലീസ് മേധാവി, വഖഫ് ബോർഡ് എന്നിവിടങ്ങളിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം യാതൊരു ഊരുവിലക്കും കുടുംബത്തിന് ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പള്ളി കമ്മിറ്റിയിൽ തുടരാൻ താൽപ്പര്യമില്ലെന്ന് കുടുംബമാണ് കത്ത് നൽകിയതെന്നും പള്ളി കമ്മിറ്റി പറഞ്ഞു. ജനം, പാലക്കാട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു. അരുൺ, എന്താണ് പരാതി, എന്താണ് കുടുംബം നേരിടുന്നത് എന്ന് വാർത്തയിൽ വ്യക്തമാണ്. എങ്കിലും ചോദിക്കട്ടെ, എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു ഈ കുടുംബം? കുടുംബം പറയുന്നത് ഈ ഒരു പോക്സോ കേസിൽ തങ്ങൾ മൊഴി നൽകിയിരുന്നു, സാക്ഷിമൊഴി നൽകിയിരുന്നു. തുടർന്ന് അത് ആ ഒരു കേസ് ഒത്തുതീർപ്പ് ആക്കുന്നതിന് വേണ്ടി പള്ളിയുടെ ഭാഗത്തു നിന്ന് ശ്രമിച്ചു. പക്ഷേ അതിന് തങ്ങൾ കൂട്ടാക്കാതെ വന്നതോടുകൂടെ ഇത്തരത്തിൽ ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഏതായാലും ചിതലിയിലെ മുഹീദ്ദീൻ ഹനഫി ജുമാഅത്ത് പള്ളി കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ഷാഹുൽ ഹമീദ് എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും ഇത്തരത്തിൽ ഊരുവിലക്ക് ഏർപ്പെടുത്തിയതായി, ഭ്രഷ്ട് കൽപ്പിച്ചതായി പറയുന്നത്. ഇവരുടെ വീട്ടിൽ ഏതെങ്കിലും പരിപാടികളോ മറ്റോ ഒക്കെ നടക്കുകയാണെങ്കിൽ ആ പരിപാടിയിലേക്കൊന്നും തന്നെ ഈ പള്ളി കമ്മിറ്റിയിൽ നിന്നോ പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ആരും തന്നെ പങ്കെടുക്കാറില്ല, അതിൽ വരാറില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പലരും അവരോട് മിണ്ടാറ് പോലുമില്ല. തീർത്തും സമൂഹത്തെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ഥിതിയാണ് തങ്ങൾക്ക് ഉള്ളത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇത് തുടരുകയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതായത് കൃത്യമായി ഇവർ തീയതി അടക്കം പറയുന്നുണ്ട്. 2023 ഏപ്രിൽ 7-ാം തീയതിയാണ് ആദ്യം ഈ ഒരു കുടുംബത്തിന് പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഒരു കത്ത് ലഭിക്കുന്നത്. അന്ന് 6 മാസത്തിന് ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു എന്ന തരത്തിലൊരു കത്താണ് ആദ്യം നൽകുന്നത്. ആ 6 മാസ കാലയളവിൽ പള്ളി യാതൊരു തരത്തിലും ഇവരെ സഹകരിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഊരുവിലക്ക് എന്നുള്ള തരത്തിൽ തന്നെയാണ് ആ കത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ആ 6 മാസത്തിന് ശേഷം പിന്നീട് ഇവർ പള്ളി കമ്മിറ്റിയുമായി ഈ ഒരു കുടുംബം തന്നെ പള്ളി കമ്മിറ്റിയിൽ തുടരാൻ താല്പര്യമില്ല എന്നുള്ളൊരു കത്ത് നൽകുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഈ പള്ളിയുടെ ഭാഗത്തു നിന്നും ഒരു മാപ്പപേക്ഷ നൽകുകയാണെങ്കിൽ മാത്രമേ ഇനി തിരിച്ചെടുക്കുകയോ മറ്റോ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പക്ഷേ തങ്ങളെ ഒരു കാരണവുമില്ലാതെ 6 മാസ കാലയളവിൽ വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി. അത് തങ്ങളെ ഏറെ വേദനിപ്പിച്ചു. അതിനെ തുടർന്നാണ് തങ്ങൾ അത്തരത്തിലൊരു കത്ത് പള്ളി കമ്മിറ്റിക്ക് നൽകിയത്. അതായത് തങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ല എന്ന തരത്തിലൊരു കത്ത് നൽകിയത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഏതായാലും പള്ളി കമ്മിറ്റി ഇതിൽ പറയുന്നത് ഇത്തരത്തിൽ ഊരുവിലക്കോ മറ്റോ സംഭവങ്ങളൊന്നും ഇല്ല. കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെയൊരു കത്ത് നൽകിയത്. അതായത് ആദ്യം ഈ 2023 ഏപ്രിൽ 7-ന് നൽകിയ 6 മാസത്തെ ആ ഒരു വിലക്ക്, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും പള്ളി കമ്മിറ്റി പറയുന്നില്ല. അവർ പറയുന്നത് തങ്ങൾക്ക് ആദ്യമേ ഈ കുടുംബം പള്ളി കമ്മിറ്റിയിൽ തുടരാൻ താല്പര്യമില്ല എന്ന തരത്തിൽ കത്ത് നൽകുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് കമ്മിറ്റി പറയുന്നത്. ഊരുവിലക്കോ മറ്റു കാര്യങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും തങ്ങൾ അവരെ തിരിച്ചെടുക്കാൻ തയ്യാറാണ്. പക്ഷേ മാപ്പ് പറയണം എന്നുള്ളത് തന്നെയാണ് ഈ പള്ളി കമ്മിറ്റി ഏതായാലും
വിഷയത്തിൽ പറയുന്നത്. ഏതായാലും ഈ ഊരുവിലക്ക് എന്നുള്ളത് നമുക്കറിയാം വളരെ പ്രാകൃതമായ ഒരു കാര്യമാണ്. ഊരുവിലക്ക് എന്നുള്ളത് ഈ മുസ്ലിം മത നിയമങ്ങളിൽ തന്നെ ഇതൊക്കെ പ്രാകൃതമായതാണെന്ന തരത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബം തന്നെ പറയുന്നത്. ഇവരേതായാലും ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്, സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ യുവജന കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ വഖഫ് ബോർഡിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. തങ്ങൾക്കൊരു നീതി ലഭിക്കണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഇത്തരത്തിൽ കാലമേറെ പുരോഗമിച്ചിട്ടും ഇങ്ങനെ സമൂഹത്തെ മാറ്റി നിർത്തുക, ഒറ്റപ്പെടുത്തുക, ഇതൊക്കെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളുടെ ലംഘനമാണ് എന്നുള്ളതാണ്, അവകാശങ്ങളുടെയൊക്കെ ലംഘനമാണ് എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും പരാതിയായി പറയുന്നത്. ശരി.